അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുട്ടി വീഡിയോ ആണ്. മസനക്കുടി വഴി ഊട്ടി അല്ല, കോട്ടയം വഴി ഊട്ടി ഒരു ചെറിയ ട്രിപ്പ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി തന്നെ 8, 9, 10, 15 പേരുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച് ഒരു ചെറിയ ട്രാവലേഴ്സ് ബുക്ക് ചെയ്ത് കോട്ടയം കൂടെ ഊട്ടിയിലോട്ട് പോയാലോ, ഒരു 2 days ട്രിപ്പ്. അങ്ങനെ ബസ് ബുക്ക് ചെയ്ത് പാട്ടും മകളൊക്കെ ആയി അങ്ങനെ പോവാം. അങ്ങനെ ഒരു 2 മണിക്കൂർ ബഹളത്തിന് ശേഷം ഞങ്ങൾ സൈലൻറ്റ് മോഡിലോട്ട് പോയി. പിന്നെ വീണ്ടും ഒരു ടീ ബ്രേക്കിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് ഞങ്ങൾ. വണ്ടിയുടെ ലൈറ്റൊക്കെ ഓണായപ്പം പുറത്തുനിന്ന് ട്രാഫിക്കിൽ നിന്ന് പുറത്തെല്ലാവരും അകത്തൂക്കിട്ട് നോക്കുമായിരുന്നു നമ്മളെന്തുവായി കാണിക്കുന്നതെന്ന്. എന്തായാലും രസമായിരുന്നു. ഫാമിലിയുടെ കൂടെ ട്രിപ്പ് ചെയ്യുന്ന ഒരു വേറെ രസം തന്നെ. നൈറ്റ് ഈവനിങ് ആവാറായപ്പം ലൈക്ക് എല്ലാം സാധാരണ മലയാള ഫാമിലി പോലെ എല്ലാ മലയാളികളെയും പോലെ നമ്മളും ഊട്ടി പോകുമ്പം ഫസ്റ്റ് പോകുന്ന സ്ഥലം ബൊട്ടാണിക്കൽ ഗാർഡൻ. അവിടോട്ട് നേരെ അങ്ങ് വിട്ട് വേറൊന്നും ആലോചിച്ചില്ല.
ബൊട്ടാണിക്കൽ ഗാർഡൻ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലം പിടിച്ചത് റോസ് ഗാർഡൻ എന്ന് ഞങ്ങൾക്കൊരു സജഷൻ കിട്ടിയിട്ട് പോയതാണ്. എനിക്ക് പേഴ്സണലി ഒത്തിരി വലിയ സംഭവമായിട്ടൊന്നും റോസ് ഗാർഡൻ തോന്നിയില്ല. ചിലപ്പം അന്നത്തെ ദിവസം വലിയ റോസസും ഗാർഡനും സെറ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു നോർമൽ ഒരു പ്രോബ്ലം തോന്നുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് വിട്ട് അന്നത്തെ ദിവസം നമ്മൾ വീട്ടിൽ തന്നെ തങ്ങി. പിന്നെ പ്ലാനൊന്നും ഇല്ലെന്ന് റൂമിൽ തന്നെ നൈറ്റിൽ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ എന്നുള്ള പ്ലാൻ ചെയ്യുമായിരുന്നു. ബാക്കി നെക്സ്റ്റ് ഡേയുടെ പരിപാടികളുടെ ഡീറ്റെയിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം, സെക്കൻഡ് ഡേയുടെ ഡീറ്റെയിൽ. അപ്പോൾ ഇത് ഞങ്ങൾ റൂമിലോട്ട് കയറാനുള്ള വഴിയാണ്. നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ റൂമുകളും സാരികളും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.